ഫെങ്ഷുയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മൾ ഈ വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത് വിവാഹത്തെക്കുറിച്ചാണ്. ഇന്ന് പല വീടുകളിലും മാതാപിതാക്കന്മാർ അച്ഛനും അമ്മയും ഒക്കെ ഇരുന്ന് വളരെയധികം വിഷമത്തോടുകൂടി അവരുടെ മനസ്സ് കരയുകയാണ്. കാരണം എന്തെന്ന് വെച്ചാൽ അവരുടെ മക്കളുടെ വിവാഹം നടക്കുന്നില്ല. 36, 37 വയസ്സായിരുന്നാലും വിവാഹം നടക്കാതെ ഇങ്ങനെ ഇരിക്കുക. നല്ല വിദ്യാസമ്പന്നരായിട്ടുള്ള കുട്ടികൾ, അവർക്ക് ജോലിയുമുണ്ട്. പക്ഷെ എന്ത് ചെയ്യാം, നമ്മുടെ ചില വിശ്വാസങ്ങളുടെ പേരിൽ ചൊവ്വാദോഷമൊന്നും മറ്റു ദോഷമൊന്നും പാപദോഷമൊന്നും ഒക്കെ പറഞ്ഞ് നക്ഷത്രങ്ങൾ തമ്മിൽ ചേരുന്നില്ല എന്ന് പറഞ്ഞ് ഇവരുടെ വിവാഹം വൈകിക്കുകയാണ് ഒരു കൂട്ടർ ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊരു കാര്യം തന്നെ എടുക്കാൻ പറ്റില്ല. ഇപ്പൊ ഒരു സ്ത്രീയും ഒരു പുരുഷനും തമ്മിൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവർ ഇഷ്ടപ്പെടുന്നവർ തമ്മിൽ ഒന്നിച്ച് ജീവിക്കത്തില്ലേ? അവർ പല ജാതകവും മറ്റോ നോക്കിയാണോ വിവാഹിതരാകാറുള്ളത്? അല്ലെങ്കിൽ തന്നെ അങ്ങനെ ജാതകം നോക്കി വിവാഹിതരായിട്ടുള്ള പല ബന്ധങ്ങളും ഇന്ന് വളരെയധികം വേർപെട്ട് പോയിട്ടില്ലേ? അതെന്താ നമ്മൾ ആലോചിക്കാത്തത്? അപ്പൊ അങ്ങനെയല്ല, മാനസിക ഐക്യമാണ് നമുക്ക് വേണ്ടത്. അതാണ് തിരഞ്ഞെടുക്കേണ്ടത്. രണ്ട് വ്യത്യസ്ത കുടുംബങ്ങളിൽ നിന്ന് വളരെയധികം വൈരുദ്ധ്യാത്മകമായിട്ടുള്ള രണ്ട് സ്ത്രീയും ഒരു പുരുഷനും തമ്മിലുള്ള സംയോജനത്തിലൂടെയാണ് വിവാഹം നടക്കുന്നത്. പക്ഷെ നമ്മുടെ വിഷയം അതല്ല. ഈ അച്ഛനും അമ്മയും ഒക്കെ ഇത്രയും വിയർക്കുന്നത്, ഒരു കുട്ടി വളർന്നു, അവർ വിവാഹിതരായി, കുഞ്ഞു ജനിച്ചു, അതിനെ വളർത്തി വിദ്യാഭ്യാസം ചെയ്യിച്ചു, ജോലിയായി, അടുത്ത ലക്ഷ്യം എന്താണ്? അവർക്ക് എങ്ങനെയും കുട്ടിയെ വിവാഹിതയാക്കി അല്ലെങ്കിൽ വിവാഹിതനാക്കി വിടുക എന്നുള്ള ഒറ്റ ലക്ഷ്യം മാത്രമേ അവരുടെ മനസ്സിലുള്ളൂ. ഞാൻ നീട്ടിക്കൊണ്ടു പോകുന്നില്ല ഈ വീഡിയോയിലൂടെ. എന്തായിരുന്നാലും ഫെങ്ഷുയിൽ ചൈനീസ് ജനതയുടെ വിശ്വാസം എന്ന് പറയുന്നത്, ഓരോരുത്തരും ജനിച്ച വർഷം നോക്കിയതിനു ശേഷം അവർക്ക് ഓരോ കുവാൻ നമ്പറുകളുണ്ട്. ആ ജനിച്ച വർഷത്തിന്റെ കുവാൻ നമ്പർ നോക്കിയതിനു ശേഷം ഈസ്റ്റും വെസ്റ്റും ഇങ്ങനെ രണ്ട് ഗ്രൂപ്പുകളാണുള്ളത്. ആ ഗ്രൂപ്പുകളിലെ കുവാൻ നമ്പർ നോക്കിയതിനു ശേഷം, ലക്കി നമ്പർ നോക്കിയതിനു ശേഷം അവരുടെ ഡയറക്ഷൻ നിശ്ചയിക്കുന്നു. ഇപ്പോൾ ഉദാഹരണത്തിന് ഈസ്റ്റ് ഗ്രൂപ്പിൽ പെട്ടുന്നവരാണെങ്കിൽ ഈസ്റ്റ് ആയിരിക്കും, സൗത്ത്, നോർത്ത്, സൗത്ത് ഈസ്റ്റ് ഇതായിരിക്കും. വെസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ വെസ്റ്റ്, നോർത്ത് ഈസ്റ്റ്, സൗത്ത് വെസ്റ്റ്, ഇങ്ങനെയുള്ള വശങ്ങളായിരിക്കും ഉള്ളത്. ആ ഭാഗത്തായിട്ട് ഇവർ മാറിക്കിടക്കുന്നത് വളരെയധികം നല്ലതായിരിക്കും വിവാഹം നടക്കുവാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ എത്രയും പെട്ടെന്ന് വിവാഹം നടക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാനുള്ള മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവർ കിടക്കുന്ന റൂമിന്റെ അവരുടെ പീച്ച് ബ്ലോസം സൈഡിലായിട്ട് 2 മണ്ടാരിൻ ഡക്കുകളെ വെച്ചു കൊടുക്കുന്നത്, ഇണപ്രാവുകളെ വെച്ചു കൊടുക്കുന്നത് വളരെയധികം നല്ലതായിരിക്കും. വിവാഹം നടന്നു പോകാൻ എത്രയും പെട്ടെന്ന് എളുപ്പവും. ഇതെല്ലാത്തിനും ഉപരിയായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്നറിയോ? ഇവരുടെ ജനിച്ച വർഷവുമായിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ ഇവർക്ക് ഒരു പീച്ച് ബ്ലോസം ആനിമൽ ഉണ്ടാവും. അതായത് ഇപ്പൊ ഉദാഹരണത്തിന് ഇവർക്ക് ഇപ്പൊ വന്നിരിക്കുന്നത് ഒരു റാബിറ്റ് ആണെന്നിരിക്കട്ടെ. റാബിറ്റ് ആണെന്നുണ്ടെങ്കിൽ റാബിറ്റിന്റെ വർഷത്തിൽ, ഒരു മുയലിന്റെ വർഷത്തിൽ ജനിച്ച ആള് ഒരു ആൺകുട്ടിയാണെങ്കിൽ അവരുടെ പീച്ച് ബ്ലോസം എന്ന് പറയുന്ന ആനിമൽ റാറ്റ് ആയിരിക്കും. റാറ്റിനെ വെക്കേണ്ടത് നോർത്ത് സൈഡിലാണ്. അപ്പോൾ ആ കുട്ടി കിടക്കുന്ന റൂമിന്റെ നോർത്ത് സൈഡിലായിട്ട് ഒരു റാറ്റിന്റെ ചിത്രമോ ഒരു സ്റ്റാച്യു കൂടി വെച്ച് നോക്കൂ. ചൈനീസ് വിശ്വാസം അനുസരിച്ച്, ചൈനക്കാരുടെ വിശ്വാസം അനുസരിച്ച് ലോകത്തുള്ള ഒരുവിധപ്പെട്ട ജനങ്ങളെല്ലാം അവരെ പിന്തുടർന്നുകൊണ്ടിരിക്കുന്ന ഈ അവസ്ഥയിൽ അവരുടെ വിശ്വാസത്തെ മാത്രമാണ് നമ്മളിവിടെ ഷെയർ ചെയ്യുന്നത്. എന്നാൽ അനുഭവത്തിൽ അങ്ങനെയുള്ള ചില കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്ന് പറയുകയാണ്. സൗത്ത് വെസ്റ്റ് ഭാഗത്ത് ഒരു 7 ഉയരമുള്ള ഒരു പൈപ്പ് നാട്ടി ഒരു ലൈറ്റും, അതായത് കുറച്ച് പോസിറ്റീവ് എനർജി അവിടെ കൊടുക്കേണ്ടതുണ്ട്. കുറച്ച് ആ രീതിയിൽ അവിടെ ഒരു ലൈറ്റും കൊടുത്ത് സൗത്ത് വെസ്റ്റ് ഭാഗത്തായിട്ട് ഒരു ഡക്കിനെയും അതുപോലെ അവരുടെ ഈ പീച്ച് ബ്ലോസം സ്ഥാനത്ത് ഒരു റാറ്റിന്റെ, അതായത് വ്യത്യസ്തമായിരിക്കും ഓരോരുത്തരുടെയും ആനിമലും അതുപോലെ തന്നെ പീച്ച് ബ്ലോസവും സീക്രട്ട് ഓഫ് ഫ്രണ്ട് വരാൻ വരുന്നത്. എന്തായാലും നമുക്ക് പരീക്ഷിച്ച് നോക്കാനുള്ളത്, വിവാഹം എത്രയും പെട്ടെന്ന് നടക്കുവാൻ വേണ്ടി ചൈനീസ് വിശ്വാസമാണ് ഈ പറയുന്നത്. വിവാഹം നടക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ പീച്ച് ബ്ലോസം ആനിമൽ ഏതാണെന്ന് കണ്ടുപിടിച്ച് അവിടെ നമ്മൾ അതിനെ പ്ലേസ് ചെയ്ത് കൊടുത്താൽ വിവാഹം നടക്കുമെന്നുള്ള യാതൊരു വിധമായ സംശയമില്ല. സൗജന്യമായിട്ടുള്ള നിങ്ങളുടെ സൗജന്യമായിട്ട് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ എന്റെ വാട്സപ്പ് നമ്പറുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ സൗജന്യമായിട്ട് എനിക്ക് അറിയാവുന്ന എന്തും ഞാൻ ഷെയർ ചെയ്തു തരാൻ തയ്യാറാണ്. ഓക്കെ, അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.